ഇക്കാര്യത്തിൽ 2014 മുതലുള്ള ഇങ്ങോട്ടുള്ള 2013-ൽ യു.പി.എ. സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ കേസ് തുടങ്ങുന്നത്. യു.പി.എ. സർക്കാരിന്റെ കാലത്താണ് ഈ മഹാരാഷ്ട്ര സർക്കാരും എൻ.ഐ.എയും അന്വേഷണം ആരംഭിക്കുന്നത്. 2013 മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും എന്താണിവർ ചെയ്ത തെറ്റ് എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുകയാണ്. 10 വർഷം മാവോയിസ്റ്റ് ചാപ്പ കുത്തി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹി സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറാണ് അദ്ദേഹം. ഈ വീൽ ചെയർ ബൗണ്ടായ ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ ഈ ജയിലിൽ നിന്ന് എഴുതിയ പുസ്തകങ്ങൾ, ഏറ്റവും ഒടുവിൽ എഴുതിയ കുറിപ്പുകൾ, അത് ഏറെ ശ്രദ്ധയാകർഷിച്ചതാണ്, ചർച്ചയായതുമാണ്. വൈ ഡു യു ഫിയർ മൈ വേ സോ മച്ച്? എൻ്റെ വഴിയെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അപ്പോൾ ആ വഴിയെ ഭയപ്പെട്ടിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതിയ കവിതകളും കത്തുകളും എല്ലാം ചേർത്തിട്ടുള്ളൊരു സമാഹാരം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ അനുഭവങ്ങൾ അത് എത്രത്തോളം വേദനിപ്പിക്കുന്നതാണെന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഈ സംഘടനയുമായി ഇദ്ദേഹത്തിനുള്ള പങ്കാളിത്തം, അതാണ് അവിടെ പ്രധാനമായും ആരോപിച്ചത്. 7 പേർ, GN സായിബാബ അടക്കം 7 പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്, ആ ഒരു അതിക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്നതോടുകൂടിയാണ് GN സായിബാബ ഈ ലൈം ലൈറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനായിട്ടുള്ള ഫസ്റ്റ് മൂവ് ഉണ്ടാകുന്നത് അപ്പോഴാണ്. അതിൽ ഈ CPI മാവോയിസ്റ്റ് അത് നിരോധിത സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. JNUവിലേക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള അവിടെ എത്തുന്ന വിദ്യാർത്ഥികളെയൊക്കെ മാവോയിസ്റ്റുകളാക്കി മാറ്റുന്നതിനായി പണിയെടുക്കുന്ന പ്രൊഫസർ, അങ്ങനെയാണ് GN സായിബാബയെ അന്ന് വിശേഷിപ്പിച്ചതും. അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഈ അറസ്റ്റിൻ്റെ സമയത്തൊക്കെ വന്ന വാർത്തകളിലൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് JNUവിൻ്റെ ഒരു മുൻ സ്റ്റുഡൻറ്റിനെയാണ്. ആ സ്റ്റുഡൻറ്റിൽ നിന്നാണ് സായിബാബയിലേക്ക് എത്തുന്നത്. അന്ന് ഹേം മിശ്ര എന്ന് പറയുന്ന ആ സ്റ്റുഡൻറ്റിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. ഹേം മിശ്ര പക്ഷേ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, അത് കൃത്യമായിട്ട് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നു. അതിനുശേഷമാണ് സായിബാബയുടെ വീട്ടിലേക്ക് വരുന്നത്. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെയുള്ള റെയ്ഡ് നടക്കുന്നത്. ഹേം മിശ്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മൈക്രോ ചിപ്പ് ഇത് സായിബാബ കൊടുത്തതാണ് എന്ന് പറഞ്ഞാണ് ഈ കണക്ഷൻ അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വരുന്നു, സർക്കാരിൻ്റെയും പോലീസ് നടപടിയും ഒക്കെ വിമർശിച്ചുകൊണ്ട്. അന്ന് അരുന്ധതി റോയ് അടക്കമുള്ള ചുരുക്കം ചിലർ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ 10 വർഷത്തെ നീതി നിഷേധം എന്ന് പറയുമ്പോൾ ആ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ എത്ര പേർ തയ്യാറായി എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിനെതിരെയുള്ള സംഘടനകളിലെ സായിബാബയുടെ പ്രവർത്തനം, അത് സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിന് എതിരായി മാറിയത്. അതിനുശേഷമാണ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെയുള്ള വകുപ്പുകൾ, UAPA 13, 18 അടക്കമുള്ള വകുപ്പുകൾ. മാധ്യമപ്രവർത്തകരും ഇക്കാര്യത്തിൽ പ്രതികളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പ്രശാന്ത് റാഹി അടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഈ കേസിൽ പ്രതികളായവരാണ്. അതിൽ ഈ മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖ, ഒപ്പം ദേശവിരുദ്ധ കണ്ടന്റ്, ദേശവിരുദ്ധമെന്ന് കരുതുന്ന കണ്ടന്റ്, അത് ഇലക്ട്രോണിക് സാമഗ്രികളുണ്ട്, ലഘുലേഖകളുണ്ട്, അതൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഈ നക്സലൈറ്റുകൾക്ക്, അബ്ദുസ്സമദ് എന്ന് പറയുന്ന വനമേഖലയിലെ നക്സലൈറ്റുകൾക്ക് അവർക്ക് ഈ മൈക്രോ ചിപ്പുകൾ കൈമാറി, അതുപോലെ തന്നെ 16 GB മെമ്മറി കാർഡ് സായിബാബ കൈമാറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇക്കാര്യത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പാണ്ഡു പൊര നറേത്തെ, അത് ജയിലിൽ വെച്ചാണ് 2022-ൽ ജയിലിൽ വെച്ചാണ് മരിക്കുന്നത്. പിന്നീട് ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, അവിടെയാണ് ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പുറത്തിറങ്ങരുത് എന്നൊരു ശാഠ്യമുള്ളതുപോലെയുള്ള ഒരു പ്രവർത്തനം ആ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അദ്ദേഹം ഈ തൻ്റെ പോളിയോ ബാധിച്ചതാണ്, തനിക്ക് പക്ഷാഘാതമുള്ള ആളാണ് എന്നൊക്കെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ ശിക്ഷ റദ്ദാക്കണമെന്നുള്ള അപേക്ഷ, അത് അദ്ദേഹത്തിൻ്റെ സുഷുമ്നാനാഡി സംബന്ധമായ പ്രശ്നങ്ങളടക്കം കോടതിയിൽ കൃത്യമായി കൊണ്ടുപോയി അതിൻ്റെ രേഖകളടക്കം കൊടുത്തിട്ടും വിവിധ സംഘടനകൾ, പ്രത്യേകിച്ചും സാമൂഹ്യ സംഘടനകളടക്കം എത്തിയിട്ടും അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ നീതി നിഷേധമുണ്ടായത്. കാരണം ആരോഗ്യ കാരണങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും കൊടുത്തിട്ടും ജയിലിൽ അടയ്ക്കണം, അവിടെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചതുപോലെയുള്ള ഒരു നീതി നിഷേധം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ശക്തമായി എത്ര പേർ പ്രതികരിച്ചു എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കോടതി കണ്ടെത്തിയതാണ്. അതിനുശേഷം പിന്നീട് മഹാരാഷ്ട്ര സർക്കാർ അടിയന്തര ഹർജിയുമായി പോവുകയാണ്. അതിനുശേഷം ബോംബെ ഹൈക്കോടതി വിധി വരുന്നു, അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഒരു കോടതി നടപടികളിലേക്ക് പോലും ഒരു സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പോകുന്ന ഒരു ഘട്ടം ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉള്ളത്, ഇതിൽ ഈ 10 വർഷമെന്ന് പറയുന്നത് ഒരു പ്രൊഫസറാണ്. ആ പ്രൊഫസർ എത്രയോ വിദ്യാർത്ഥികൾക്ക്
വിദ്യ പകർന്നു കൊടുക്കേണ്ട ഒരു പ്രൊഫസറാണ്. അപ്പോൾ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാതെ ചില കാരണങ്ങളാൽ ജയിലിൽ അടയ്ക്കുകയും ക്രൂരമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പുറത്തെ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ വരുന്ന ജയിൽ വാർഡ്, ആ വാർഡനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വരുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അത് മാത്രമാണ് ഒരു ഹ്യൂമൻ കണക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ കണക്ട് ഇല്ലാതെ വിദ്യാർത്ഥികളുമായി അത്രയും മിങ്കിൾ ചെയ്തിരുന്ന ഒരു പ്രൊഫസർക്ക് കഴിയേണ്ടി വന്നു എന്നുള്ളത് നീതി നിഷേധം തന്നെയാണ്. Meet the editors.